വാവ്, എന്തൊരടിപൊളിയായിട്ടാ സ്നോ വീഴുന്നതെന്ന് നോക്കിയല്ലേ. പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ സ്വർഗം പോലെ തോന്നുന്നു കണ്ടിട്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട് വരുന്നുണ്ട്. ഈ കൂര ഉണ്ടാക്കാനാ ഏറ്റവും വലിയ പാട്. എന്തോ ഇവിടെ എന്തോ നടക്കുന്നേ. സ്നേഹിക്കുവാണോ? സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല, തരുമ്പോ വാങ്ങിച്ചോണം അല്ലേ. അപ്പൊ എല്ലാരും റെഡി ആവുകയാണേ പോവാനായിട്ട്. വാർമറൊക്കെ നമ്മൾ കാലിൽ വെക്കുന്നുണ്ട്. ഏവയാണോ ഇത് പൊട്ടിച്ചു വിട്ടേക്കുന്നേ? ഞാൻ വെക്കട്ടെ. ഇയാടെ എന്തേ വെച്ചോ? അതെ, അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ളതാ. അപ്പം കാലൊക്കെ ഇങ്ങനെ വാമായിട്ടിരിക്കും. വെളിയിൽ നല്ല തണുപ്പാണ്. നമ്മുടെ പണികൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ അദ്ദേഹം അതൊക്കെ വെച്ച് ഏവക്കുട്ടി ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിബിഡ് ഡ്രസ്സൊക്കെ തന്നെത്താനാണേ കുഞ്ഞിടുന്നത്. എല്ലാ കാര്യങ്ങളും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരും, എന്നാലും കൃത്യമായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇടണം. അതാണ് ഒരു ശീലം. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗേളാ ഏവക്കുട്ടി അല്ലേ. ഇതാ വേസ്റ്റ് എടുത്തിന് കള, വേസ്റ്റിൽ കള, ഒട്ടിച്ചത് നല്ല മാതിരി കള. ഓക്കെ, ഗുഡ് ഗേൾ. ഏവയെ പോലെ ഒരു നല്ല ഗേളില്ല. താങ്ക് യു ഏവക്കുട്ടാ. പോവാം. ആ, ഹാൻഡ്സ് കട്ട് ഇടട്ടെ. ഗ്ലൗസ്, ഹാൻഡ്സ് കട്ട് എന്ന് വെച്ചാൽ ഗ്ലൗസ് ആണേ. കുഞ്ഞ് ഗ്ലൗസ് ഇടട്ടെന്നാണ് പറയുന്നത്. അപ്പം എന്തേ നമ്മുടെ പരിപാടികൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ ഇപ്പോഴാണെങ്കിൽ സ്നോയും വീഴുന്നുണ്ട്. ഞാനും ഏവക്കുട്ടനും ഡേ കെയറിൽ നിന്ന് വന്നതേ ഉള്ളൂ. നല്ല ഷേപ്പ്, അതും വലിയ സൈസാണ്. സൈസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു സൈസിലേ വീഴുന്നതെന്ന് അറിയോ? അത് ഇത് കണ്ടോ, ഭയങ്കര വലിയ സൈസിലേ വീഴുന്നത്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു തിന്നു. നിങ്ങളുടെ ഡ്രസ്സിൽ അത്ര അങ്ങോട്ട് മനസ്സിലാവത്തില്ല, പക്ഷെ ഭയങ്കര വലുതാണ്. ബ്ലാക്കിൽ നല്ലതായിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, ഷവ്വലയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടോ? വാവ്, എന്നാ ഭംഗിയാന്ന് നോക്കി. എന്ത് രസമായിട്ടാ ഇതിങ്ങനെ വീഴുന്നത്. കുഞ്ഞിന്റെ മേത്തുണ്ട്, ഇഷ്ടം പോലെ വീഴുന്നുണ്ട്. അവിടെ എല്ലാം വീഴുന്നുണ്ട്. ഉടുപ്പയിലൊക്കെ വീണിട്ടുണ്ട് കണ്ടോ. വലിയതായി ഇപ്പം വീഴുന്നു, ഭയങ്കര വലിയ സൈസ്. ഒന്ന് വീണുണ്ടോ? കുഞ്ഞിനും ഉണ്ട്. അടിപൊളി. അതെ, പരിപാടി തുടങ്ങാം. പതിയെ പതിയെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം വാവ്, ഉണ്ടോ, ഒത്തിരി വലുതാ അത്. അതെ, ഭയങ്കര പാടാണ്. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നിൽക്കുവാണ്. വിനോദിന് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ വിനോദ് പറഞ്ഞു ഞങ്ങളില്ലാതെ മുകളോട്ടുള്ളതല്ലേ, അപ്പോൾ അത് ചെയ്യാനായിട്ട് ശരിയാവത്തില്ലേ എന്നുള്ള കൺഫ്യൂഷൻ. എൻ്റെ ഒരു മേൽനോട്ടം എപ്പോഴും ഇവിടെ വേണമെന്നാണ് വിനോദ് പറയുന്നത്. മേൽനോട്ടം മാത്രമല്ലേ. ആ, അത് കൊള്ളാം. ആ, അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് കട്ടകളൊക്കെ വെക്കാനായിട്ട് ചാന്ത് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഇതാ സ്നോ എടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെളിയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ അതെല്ലാം ഫ്രീസായി പോകുന്നതുകൊണ്ട് നമ്മൾ അകത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ സ്നോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതേ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, സ്നോയും വീഴാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും ഒരു നീല വെളിച്ചമാണ് ബാക്ക്ഗ്രൗണ്ടിലെല്ലാം. അപ്പോൾ അതായത് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏവക്കുട്ടനും വെളിയിൽ നിന്ന് സ്നോയിൽ കളിയാണേ. ഇടയ്ക്കൊക്കെ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും, എന്നിട്ട് പിന്നെ തന്നെത്താൻ പോയിരുന്ന ഇതുവരെ കളിയാണ്. അപ്പോൾ അത് സ്നോയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കെട്ടാം. അപ്പോൾ ഇത് ഇച്ചിരി പണിയാണ് കേട്ടോ, കാരണം കുത്തനെ മുകളിലോട്ട് പോകണം. ഇതിവിടെ സ്റ്റിക്കാവണം, താഴെ വീഴാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, അത് അങ്ങനെയൊക്കെ നോക്കണം. വെച്ച് പോവുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. പൊട്ടുന്നതിന് മുന്നേ താഴെ എങ്ങനെ വീണ് പൊട്ടിപ്പോയ ഒരു ബ്രിക്ക് നമുക്ക് നഷ്ടപ്പെടും. കണ്ടോ, പോയത് കണ്ടോ, ഇങ്ങനെ വെച്ച്. അപ്പം ഞാൻ പിന്നെ നല്ല വെയിറ്റ് ഉള്ള കട്ടയാണ്. ക്ഷമയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പല കാണും ചില സമയത്ത്. നമ്മുടെ ഐസ് വീടിന്റെ വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഈ തണുപ്പത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നൊക്കെ. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇതുപോലെ തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ ഒരു രാജ്യത്ത് വന്നിട്ട് ഏത് നേരം വീടിനുള്ളിൽ തന്നെ അടച്ചു മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ചേ. തണുപ്പാണല്ലോ എന്ന് ഓർത്ത് വെളിയിൽ ഇറങ്ങാതെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അകത്ത് തന്നെ ഇരിക്കുക. ഒരു ദിവസം ഇരിക്കാൻ പറ്റും, 2 ദിവസം ഇരിക്കാൻ പറ്റും, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പായി തുടങ്ങും. അപ്പൊ ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട ഏവക്കുട്ടന്റെ കാര്യം പറയാനുണ്ടോ? കുട്ടികൾക്കല്ലെങ്കിലും പുറത്തിങ്ങനെ മഞ്ഞിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളെ എത്ര നേരം വെളിയിൽ ഇരുത്തി അവൾ ഇരിക്കുകയും ചെയ്യും. പക്ഷെ അവളോടൊപ്പം നമ്മൾ എത്ര നേരമാണ് വെറുതെ ഇങ്ങനെ
ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്കും കൂടി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് നമുക്ക് വെളിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ സന്തോഷം അങ്ങ് നമ്മൾ കണ്ടെത്തുന്നതാണ്. കാണുന്നവർക്ക് ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നും, കൗതുകമായിട്ട് തോന്നും, ഭ്രാന്തായിട്ട് തോന്നും. അതൊക്കെ അവരുടെ സാഹചര്യത്തിൽ നിന്ന് നോക്കി കാണുന്നതുകൊണ്ടാണ്. നമ്മുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ഭ്രാന്തല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലെ പേരൻസിനെയൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളോടൊപ്പം ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ അവർക്കൊന്നും ടൈം പോലും കാണില്ല. ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞാണ്, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പോകാനും ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അയലത്തുകാരുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ബിസി ആയിരിക്കും. പിന്നെ കല്യാണം, വീട് കൂടല്, വിരുന്നു പോകല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ആണെങ്കിൽ എന്താണ്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. പോകാനുള്ളത് ജോലിക്ക് മാത്രം. പോയിട്ട് തിരിച്ചു വന്നാലോ പിന്നെ വേറെങ്ങും പോകാനും ഇല്ല. പിന്നെ ഉള്ള നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ടൈമാണ്. ശരിക്കും ഒരുപാട് ആൾക്കാരുടെ സ്വപ്നവുമാണ് ഇതുപോലെ ഫാമിലി ആയിട്ടുള്ള ക്വാളിറ്റി ടൈം കിട്ടുക എന്നുള്ളത്. നമുക്ക് എന്തായാലും അത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ മാക്സിമം ക്രിയേറ്റീവ് ആയിട്ട് അതൊക്കെ ഉപയോഗിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഷൂട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഏവക്കുട്ടൻ ഇതൊക്കെ വരും കാലത്ത് കാണുകയും ചെയ്യാൻ നല്ലൊരു മെമ്മറി ആയിരിക്കും. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ നമ്മൾ ചെയ്തു വരുമ്പോൾ കിട്ടുന്നത്, നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ, അങ്ങനെ കാഴ്ചക്കാരായ നിങ്ങൾക്കുള്ള അത്ര അതുപോലെ ആകാംക്ഷ ഞങ്ങൾക്കും ഉണ്ട്. പിന്നെന്താ കണ്ടില്ലേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ ആ ഒരു ബ്രിക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എത്ര നേരമായി ഞാനത് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് ക്ഷമ എന്നുള്ളൊരു സാധനം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതുപോലെ എത്ര ബ്രിക്കുകൾ വെക്കണം, എത്ര നേരം പിടിച്ചോണ്ട് നിന്നാലാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആകുക. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് കാലാവസ്ഥയിൽ നിന്നുകൊണ്ടാണെന്നും കൂടി ഓർക്കണം. -20, -22 ഒക്കെയാണ് നമ്മൾ ഈ ഐസ് വീട് ഉണ്ടാക്കുമ്പോൾ ഉള്ളത്. അത്രയും തണുപ്പിൽ ഇത്രയും നേരം ഇതുപോലെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ, നിന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ പറയും വെൽ ഡൺ വാസു എന്ന്. കുറെ നേരം പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് അനങ്ങിയപ്പോഴത്തേക്ക് അത് പോയത് കണ്ടോ. അങ്ങനെ രണ്ടാമത് നമ്മൾ ഇതാ വീണ്ടും വെച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതോട്ട് കയറലെന്നായ കുട്ടിയോട് പറഞ്ഞേക്കുന്നത്. കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മള് എല്ലാം സേഫ്റ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തോട്ട് കയറത്തുള്ളൂ. അപ്പൊ അതുവരെ വെളിയിൽ നിന്നുള്ള കളിയാണ്. കാരണം ഇപ്പൊ നമ്മള് റൂഫിന്റെ പണി ചെയ്യുമല്ലേ, ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, മനസ്സിലായോ? റൂഫിന്റെ പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് അകത്തോട്ട് ഞങ്ങൾ ഏവക്കൂട്ടനെ കയറ്റത്തില്ല. അവള് വെളിയിൽ നിന്ന് കളിക്കും അല്ലേ. ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇത് താഴോട്ടേ വീഴത്തുള്ളൂ. ഇവിടുത്തെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടായിരിക്കും വീഴുന്നത്. അതുകൊണ്ട് പരിപാടികൾ നടക്കുമ്പോൾ ഏവക്കൂട്ടം പുറത്ത് നിൽക്കാം. താങ്കൾക്ക് പ്രവേശനമില്ല. താങ്കൾക്ക് പ്രവേശനമില്ല. കൊള്ളാം, രസമായിരുന്നുണ്ട്. വാവ്, അടിപൊളിയായിരിക്കും. ഇത് ഇച്ചിരി പണിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇഗ്ലു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ വന്നിട്ട് റൗണ്ടായിട്ട് വന്ന് കുറഞ്ഞിട്ടങ്ങ് തീരത്തേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ, ഹൈറ്റ് കൂടുതലാണ്. നിന്ന് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിപ്പം കൂടുതലാണ്. അപ്പൊ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ശരി, വെച്ച് കഴിയുമ്പോൾ അതെ, എല്ലാം ഒരു കണക്കൂട്ടലാണ്. അടിപൊളിയായിട്ടാണ് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സ്നോ വീഴുന്നുണ്ട്. സ്നോ വീഴുന്നതിന് എനിക്ക് താല്പര്യമില്ല. കാരണം ഇതിന്റെ കളറ് മങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. സ്നോ വീഴുന്നത് നല്ല രസമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പണിയുമ്പോൾ സ്നോ വീഴുന്നത്. എന്നാലേ അതിന്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. ഭംഗി അറിയാൻ പറ്റും. എന്നാലും എനിക്ക് ഇതിന്റെ ഭംഗി പോകുന്നൊരു സംശയമുണ്ട്. അപ്പം നമ്മൾ ഐസ് വീട് ഉണ്ടാക്കാനായിട്ട് അകത്തുനിന്നല്ലേ വെള്ളം എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത്. ഏവക്കൂട്ടൻ അതെല്ലാം കമത്തി കളഞ്ഞിട്ട് പറയാം വെള്ളം തീർന്നു. എന്നിട്ട് ഇത് അവിടെ എല്ലാം പാട്ടും പാടി ഇങ്ങനെ നടപ്പുണ്ട്. നൈസായിട്ട് അവിടെ നിന്ന് വീണേ. ആരും കാണാത്തോണ്ട് എണീറ്റ് അങ്ങ് പോയി.
അപ്പം ഞാൻ അതിനകത്ത് നിൽക്കുന്ന കണ്ടുകൊണ്ട് അവൾ അതിനകത്തോട്ട് കയറാനായിട്ട് വന്നതാണേ. നമ്മളതിൽ കയറ്റത്തില്ല, കാരണം ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആവും. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതുവരെ ഏവക്കൂട്ടം വെളിയിൽ നിന്ന് കളിക്കട്ടെ. സ്നോ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, ഇരുട്ടുമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐസ് വീട് കാണാൻ ഇപ്രാവശ്യം ഒരു പ്രത്യേക ഭംഗിയില്ലേ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബ്രിക്സ് ഒക്കെ വലിയ ബ്രിക്സ് ആയതുകൊണ്ട്, പിന്നെ കളർ വെറൈറ്റി ആണല്ലോ, വെറൈറ്റി കളറുകളാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മളാണെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരുന്നു ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്രിക്സ് ഒക്കെ റെഡി ആയി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് ലൈറ്റ് ആയിപ്പോയി. അത് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. പക്ഷെ അങ്ങനെ ആയിപ്പോയെങ്കിലും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്നാണ്. നമ്മുടെ 1 2 3 4 5 7 6 Wow. See any hand, really? One, two, three, four, five, seven, six, eleven, A for ഏവക്കുട്ടൻ്റെ വർത്താനം ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി വെറുതെ കിട്ടുകയാണ്. അവളിങ്ങനെ തന്നെത്താൻ എന്തൊക്കെയോ സംസാരിച്ച് നടക്കുകയാണ്. പിന്നെ 1 2 3 ഒക്കെ തന്നെത്താൻ പഠിച്ചതാണ് കേട്ടോ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല. അവൾ എങ്ങനെയാ പഠിച്ചതെന്ന് പോലും അറിയത്തില്ല. 5 കഴിഞ്ഞിട്ട് 7, അത് കഴിഞ്ഞിട്ട് 6. എന്തായാലും കൊള്ളാം, കേൾക്കാൻ രസമുണ്ട്. ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ, അവൾ വലുതാവുമ്പോൾ കണ്ട് ചിരിച്ചോളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ 3 ബ്രിക്സ് ആണ് മുകളിൽ വെച്ചിട്ടുള്ളത് ഇത്രയും നേരം കൊണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കും, ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നില്ല. പിന്നെ എടുത്ത വീഡിയോ കുറെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ എത്ര നേരമായെന്നറിയോ? ശരിക്കും സമയമെടുത്ത് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഷോർട്സ് വീഡിയോ കാണുമ്പോൾ കരുതും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കും, കാരണം 1 മിനിറ്റിലല്ലേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ. പിന്നെ ലോങ് വീഡിയോസ് ഒന്നും നമ്മൾ സ്ഥിരമായിട്ട് ഇടാറുമില്ല, എല്ലാവരും ഒന്നും കാണാറുമില്ല. വല്ലപ്പോഴും വീഡിയോ ഇട്ട് ആരും ഒന്ന് കാണാനാണല്ലേ. പിന്നെ നമ്മുടെ വീഡിയോസ് വ്ളോഗിന്, പ്രത്യേകിച്ച് വ്ളോഗ്സിനാണ് ഒരു കൃത്യനിഷ്ഠയൊന്നുമില്ല. എപ്പോഴും എഡിറ്റ് ചെയ്ത് കഴിയുന്നോ, എപ്പോൾ തോന്നുന്നോ അപ്പോൾ അങ്ങ് ഇടുക, അങ്ങനെയൊക്കെയാണ്. വിനോദ് എന്നോട് ഇവിടെ കിടന്ന് വഴക്കിടാറുണ്ട്, നീ ഇടുന്നെങ്കിൽ ഒരു കൃത്യസമയത്തൊക്കെ ഇട്, കൃത്യമായിട്ടൊക്കെ ഇടുന്നു. പക്ഷെ ആ ഒരു കാര്യം മാത്രമേ എന്നെ കൊണ്ട് ഇതുവരെ ശരിയാക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോസ് എടുക്കുന്ന ഒരു സമയത്ത്, എഡിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത്, ഇടുന്ന ഒരു സമയത്ത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണാനുള്ളവർ എപ്പോഴാണെന്നുണ്ടെങ്കിലും കാണും, കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും അത്ര ശ്രദ്ധ കൊടുക്കാറുമില്ല. അതിനുള്ള തെളിവാണ് ഒരാഴ്ചയാണെന്നുണ്ടെങ്കിൽ സ്കീ വെക്കേഷൻ ആയിട്ട് പോലും നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല എന്നുള്ളത്. നമ്മുടെ ലോങ് വീഡിയോസ് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതും വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്രയും ആൾക്കാർ. അവരൊക്കെ എന്നോട് ക്ഷമിക്കണം. എന്താണെന്നറിയില്ലേ, എനിക്കിപ്പോൾ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ തീരെ താല്പര്യമില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്, ലോങ് വീഡിയോസ് കാണാൻ കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി അതങ്ങ് ചെയ്യാൻ നോക്കുന്നതാണ്. ഏറ്റവും വലിയ തമാശ, ഞാനിതെല്ലാം വീഡിയോ എടുക്കും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇടാനുമുള്ള സമയവും ആ ഒരു മൂഡും കിട്ടുന്നില്ല എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഐസ് വീടിന്റെ വീഡിയോസ് എടുത്തിട്ടുള്ളത് ഞാൻ എത്ര വൈകിയാണെങ്കിലും ഇട്ടിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഞാനിതൊക്കെ പറയുമ്പോൾ വിനോദ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അതാണെന്നുണ്ടെങ്കിൽ സ്നോ ഇങ്ങനെ വാരി തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രിക്കിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് അതിന്റെ ഒരു ഭംഗി പോവും. അപ്പൊ അത് ഫ്രീസ് ആകുന്നതിന് മുമ്പേ അത് ചിരണ്ടി മാറ്റുകയാണ്. ഇതാ കണ്ടോ, തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് നമ്മൾ ഇതാ സ്നോ കുഴച്ച് വെച്ചത് എല്ലാം ഫ്രീസ് ആയി പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ നമ്മുടെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കണം എന്നാണ് കരുതുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചരിച്ച് വെക്കുന്നതുകൊണ്ട് ഇതാ ചെറിയ വുഡിന്റെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ടേ, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് ഫിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാ ഞാനാണെന്നുണ്ടെങ്കിൽ ടൈം ലാപ്സ് ഇട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ആ ഒരു റൗണ്ട്. സ്നോ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുവാണേ. അപ്പൊ 3ാമത്തെ മുകളിലോട്ടുള്ള ലെയർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം വെക്കാനായിട്ട് ഹെൽപ്പ് വേണം. പിന്നെ വിനോദാണെന്നുണ്ടെങ്കിൽ ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ പോയി ഇനി ഏവക്കുട്ടന് ഫുഡ് കൊടുക്കുക, ഉറക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ സമയമായി, കൃത്യസമയത്ത് തന്നെ ഉറക്കണമല്ലോ. നമുക്ക് പിന്നെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. കൃത്യനിഷ്ഠയിൽ വളരട്ടെ. എല്ലാത്തിലും കൃത്യനിഷ്ഠയില്ല. ഉറങ്ങുന്നതൊക്കെ നമ്മൾ എപ്പോഴും കൃത്യസമയത്ത്. അല്ലെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ ഡേ കെയറിലൊക്കെ പോകുമ്പോൾ ടയേർഡ് ആയിരിക്കും. അതെ, അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു ഇതില്ല കേട്ടോ. അപ്പൊ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും നേരത്തെ ഉറക്കാൻ ശ്രമിക്കാറുണ്ട്.
ഇപ്പൊ പോയി കിടന്നാലും പെട്ടെന്നൊന്നും ഉറക്കത്തില്ല, ഉറങ്ങത്തില്ല. ഇങ്ങനെ കിടന്ന് വർത്താനൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. അതെ, പിന്നെ സ്നോ ആണെങ്കിൽ ശരിക്കും നല്ല രസമുണ്ടെന്ന് നമ്മുടെ വീട് കേട്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാനേ കരുതുന്നത് നമുക്ക് എന്താണ് കവറിട്ട് മൂടാന്നാ പറയുന്നല്ലേ. അത്രയ്ക്ക് സ്നോ വീഴുന്നുണ്ട്, അപ്പൊ അത് മൂടി പോയിട്ട് എന്തോ അറിയത്തില്ല. പക്ഷെ ബ്രൈറ്റ്നെസ് എല്ലാം പോവാ, ഒരുമാതിരി മങ്ങിയ പോലെ ഇരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട് വരുന്നുണ്ട്. ഏവക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് കംപ്ലീറ്റ് ആയിരുന്നെ അടിപൊളിയായിരുന്നു. ഇറങ്ങാൻ പോവാ കേട്ടോ എല്ലാരും. ഗുഡ് നൈറ്റ്. എന്റെ വായിലോട്ടൊക്കെ സ്നോ പോകുന്നു. അയ്യോ എന്തൊരു അടിപൊളിയായിട്ടാ സ്നോ വീഴുന്നത് നോക്കി കണ്ടോ, മഞ്ഞക്കെട്ട് പോലെ ഇങ്ങനെ മോളിൽ എന്ത് വീണോണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഏവക്കുട്ടൻ അച്ഛക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും അച്ഛ ഈ ഒരു ലൈൻ കവർ ചെയ്യ്. ഞാൻ ഏവക്കുട്ടനെ ഉറക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, പോകാനും തോന്നത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കാൻ തോന്നും. പലരും ചോദിക്കാറുണ്ട് സ്നോ നിങ്ങൾക്ക് മടുക്കത്തില്ല. ഞങ്ങൾക്ക് മടുക്കത്തില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നോ വീഴുന്ന ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതെ. അപ്പൊ ഏവക്കുട്ടൻ എന്താ പോകാൻ ഒട്ടും മനസ്സിലായിട്ടോ, എങ്കിലും ഞാൻ അവളെയും കൊണ്ട് പോവാണ്. ആവശ്യത്തിലധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ ഉറങ്ങട്ടെ. ആ സമയത്ത് വിനോദ് അടുത്ത ഒരു റൗണ്ടും കംപ്ലീറ്റ് ആകുവാണേ. അപ്പൊ അതെ, ഞാനാണ് ഏവക്കുട്ടിയെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് വിനോദ് ഇതാ ഇത്രത്തോളം അത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ, സൂപ്പർ ആവുന്നുണ്ട്. വാവ്, സ്നോ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുക. എൻ്റെ കൈയൊക്കെ തണുക്കുന്നു. ഞാൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, പെട്ടെന്ന് ഇറങ്ങി വന്നതാണേ. ഫോൺ എന്തോ എന്നൊന്ന് നോക്കാൻ വേണ്ടി. സ്വിച്ച് ഓഫ് ആയോന്നറിയാം, ചാർജ് കുറഞ്ഞു, കുത്തിയിടട്ടെ.